الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا أما بعد فاتقوا الله عباد الله أيها الناس أوصيكم عباد الله وإياي ثانيا بتقوى الله സഹോദരന്മാരെ സഹോദരികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റമദാൻ മാസമാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. വലില്ലാഹി വതഖാഉ മിനന്നാർ വദാലിക കുല്ല ലൈല. അള്ളാഹു നരകത്തിൽ നിന്ന് ചില ആളുകളെ റമദാൻ മാസമായാൽ അവരെ മോചിപ്പിക്കുന്നു. അത് സത്യം പറഞ്ഞ ഏറ്റവും വലിയ ഖൈറാണ്. കാരണം നമ്മളിപ്പോ ഈ പണിയെടുക്കുന്നതും ഈ നോമ്പെടുക്കുന്നതും നമ്മളെ കയ്യിലുള്ള പൈസ, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊടുക്കണമൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? റബ്ബേ, ആ നരകത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തും. ആ ഒരു ആഗ്രഹം കൊണ്ടാണ്. ഒരു കഷ്ണം കാരൊക്കെ കൊടുത്തിട്ടെങ്കിലും ഈ നരകത്തിൽ രക്ഷപ്പെടണം എന്നാണല്ലോ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോ ആ ഒരു അവസരം അല്ല റമദാനിൽ തരികയാണ്. റമദാനിന്റെ ഓരോ രാത്രിയിലും അന്നങ്ങനെ രേഖപ്പെടുത്തി വെക്കും, ഇന്ന ആളുകൾ നരകത്തിലേക്കില്ല. അത് റമദാൻ ഒരു സ്പെഷ്യൽ ഓഫറാണ് അള്ളാന്റെ. അത് ഒന്നോ രണ്ടോ ദിവസമൊന്നല്ല. വദാലിക കുല്ല ലൈല. റമദാനിന്റെ എല്ലാ രാത്രികളിലും അതുണ്ട്. എല്ലാ രാത്രിയിലും അന്നങ്ങനെ ചില ആളുകൾക്ക് നരകമോചനം. പിന്നെ അവൻ നരകത്തിലേക്കില്ല. റമദാൻ സ്പെഷ്യലായി അന്ന് കൊടുക്കുന്നൊരു ഓഫർ. സഹോദരന്മാരെ, നമ്മളതിൽ ഉൾപ്പെടണം. അതിൽ പെട്ടുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഈ ലോകത്തിന് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും പ്രശ്നമല്ല, നരകത്തിൽ രക്ഷപ്പെട്ട് കിട്ടിയാൽ. അങ്ങനെ ഒരു മഹത്വം റമദാനിൽ ഉള്ളത് കൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ നിരന്തരമായിട്ട് എന്ത് വരണം? ആ നരകമോചനം വരണം. കാരണം നരകം നമുക്ക് ഒരു സെക്കൻഡ് പോലും സഹിക്കാൻ കഴിയാത്ത ഒന്നാണ്. അതിനെക്കുറിച്ച് ഇവിടെ വിശദീകരിക്കേണ്ട ഒരു ആവശ്യമില്ല. എല്ലാവർക്കും നമ്മൾ പലപ്പോഴും വായനകളൊക്കെ കേൾക്കുന്നതാ എന്താ നരകം. ഫല്ലദീന കഫറു ഖുത്തിഅത് ലഹും സിയാബും മിൻ നാർ. തീയിന്റെ വസ്ത്രം അളന്ന് മുറിച്ച് ധരിക്കുന്ന. ഇപ്പൊ നമ്മളെ അളവിനെ നമ്മൾ മുറിച്ച് തയ്ക്കുന്നത്, അതേ അളവിന് വസ്ത്രം നാളെ നരകത്തിൽ കൊടുക്കും. ആലങ്കാരിക പ്രയോഗമല്ല. ഖുത്തിഅത് ലഹും സിയാബും മിൻ നാർ. തീയിന്റെ വസ്ത്രങ്ങൾ മുറിച്ച് അവരെ ധരിപ്പിക്കും, കറക്റ്റ് അവന്റെ അളവിന്. എന്നിട്ടോ യുസഫു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം. തലക്ക് മുകളിലൂടെ ചൂടുള്ള വെള്ളം ഒഴിക്കും. വെള്ളം ഇങ്ങനെ കോരിച്ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചുട്ടുപഴുത്ത വെള്ളം. യുസ്ഹറു മാ ഫീ ബുതൂനിഹിം. അതങ്ങോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ വയറിനകത്തുള്ള എല്ലാം ഉരുകി വലിച്ച് പുറത്തേക്ക് പോവുകയാണ്. വൽ ജുലൂദ്, തൊലിയടക്കം. എന്നാ അതങ്ങോട്ട് പോയി മനുഷ്യന് മരിച്ച് നശിച്ച് പിന്നൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ സമാധാനിക്കായിരുന്നു. കുറച്ച് വേദന സഹിച്ചോട്ട് പോവുകയാണെങ്കിൽ. അല്ല, അവൻ മരിക്കൂല. നാനാഭാഗത്തു നിന്നും മരണം വരും. മരിക്കുന്ന പോലെ വേദനകളും പ്രയാസങ്ങളും. വമാഹുവ ബിമയ്യിത്ത്. അവൻ ഒരിക്കലും മരിക്കൂല. അതുകൊണ്ട് ആ നരകം ഖാലിദീന ഫീഹാ, ശാശ്വതരാണ്. അങ്ങനെയുള്ള ഒരു നരകത്തിലേക്കാണ് പോവുകയാണെങ്കിൽ ഈ ലോകത്തെ നമ്മൾ എത്ര സുഖിച്ചിട്ടെന്താ, എത്ര സന്തോഷിച്ചിട്ടെന്താ, എത്ര വലിയ കൊട്ടാരുണ്ടായിട്ടെന്താ, ഏക്കറക്കണക്കിന് എത്ര പറമ്പും തേങ്ങ ഉണ്ടായിട്ടെന്താ, നരകത്തിൽ നാളെ ഇത് അനുഭവിക്കാനുണ്ടെങ്കിൽ. വലഹും മഖാമിഉ മിൻ ഹദീദ്. അടുത്ത ആയത്ത് ഇരുമ്പിന്റെ ദണ്ഡുകളുണ്ട്. അവിടെ ദണ്ടുണ്ട് അറിയിക്കാനല്ല, ആ ദണ്ടുകൾ കൊണ്ടുള്ള ശക്തമായ പ്രഹരം, അടി. അതിനാവശ്യമായ മലക്കുകൾ അവിടെ ഉണ്ട്. കരുണ എന്തെന്നറിയാത്ത, സ്നേഹം എന്തെന്നറിയാത്ത, വാത്സല്യം എന്തെന്നറിയാത്ത, കരയുന്നവന്റെ കരച്ചിലിന്റെ വേദന അറിയാത്ത മലക്കുകൾ. അലൈഹാ മലായികത്തുൻ ഖിലാദുൻ ശിദാദ് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറുൻ. ശക്തരും പരുക്കന്മാരും മല്ലന്മാരുമായ മലക്കുകൾ പാറാവുകാരായിട്ട് നരകത്തിനുണ്ട്. അല്ലാഹ് ഓരോ കാര്യങ്ങളും നരകത്തിന് മലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അലൈഹാ 19 മലക്കുകളുണ്ടെന്ന് നരകത്തിന്റെ കാര്യത്തിൽ. ആ മലക്കുകളുടെ കഴിവ് നിസ്സാരമൊന്നുമല്ല. ഹദീസുകളൊക്കെ കാണാം. നരകത്തിന്റെ പാറാവുകാരായും നരകത്തിന്റെ ജോലിക്കാരായും അള്ളാഹ് ഏൽപ്പിച്ചത് മനുഷ്യന്മാരെയല്ല, ഇല്ല മലായിക, മലക്കുകളെയാണ്. അതിനാവശ്യമായ പവറും കഴിവുമുള്ള മലക്കുകൾ. അവർക്ക് സ്നേഹവും വാത്സല്യവും ഇല്ല, അവർക്കത് അറിയുന്നല്ല. അപ്പോഴല്ലേ കുറെ കരയുമ്പോ ഒരു ദയ തോന്നുക. ആളുകൾ നരകത്തിൽ കരയാണ്, അട്ടഹസിക്കുകയാണ്. അതൊക്കെ ഖുർആൻ പറയുന്നുണ്ട്.
അത് കാണുമ്പോ ദയ തോന്നൂല മലക്കുകൾക്ക്. കാരണം എന്താ? അവരുടെ പ്രകൃതിയിൽ അതില്ല. അല്ലാഹ് അവരെ സൃഷ്ടിച്ചത് അങ്ങനെയാണ്. അവർ കൊടും ഭീകര രൂപത്തിലും അതേപോലെ തന്നെ സ്വഭാവത്തിലും ആയിക്കൊണ്ട് അല്ലാഹു തആല അവരെ സൃഷ്ടിച്ചത്. അത് അവരെ കുറ്റമൊന്നല്ല. അല്ലാഹു ചില ലക്ഷ്യങ്ങളുണ്ട്, ആ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു നരകം, അപ്പുറത്ത് സ്വർഗം, ഇത് രണ്ടുമല്ലാത്ത വേറൊന്നും നമ്മുടെ മുമ്പിലില്ലല്ലോ. നമ്മുടെ വിശ്വാസം അത് തന്നെയാണ്. ആ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനും ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുമാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നതൊക്കെ. അതുകൊണ്ട് റമദാൻ മാസത്തിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ എന്ത് ചെയ്യുക? നമ്മൾ അതിങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ഏത് പ്രാർത്ഥന നിർവഹിച്ചാലും അതിൽ ഒരു പ്രാർത്ഥന എന്താകണം? റബ്ബേ നരകത്തിൽ നിന്ന് കാക്കണേ, അല്ലാഹുവേ നരകത്തിൽ രക്ഷിക്കണേ. നമസ്കാരത്തിന്റെ അത്തഹിയ്യാത്തിന്റെ അവസാനത്തെ ദുആകളിൽ കാണാം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. റബ്ബേ നരകത്തിൽ രക്ഷിക്കണേ, ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുകയാണ്. കാരണം ആ നരകം ഇങ്ങനെ നമ്മൾ കാത്തിരിക്കാതെ, ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തതാണ്, ഇന്ന ജഹന്നമ കാനത് മിർസ്വാദാ. നരകം പതിയിരിക്കുകയാണ്, കാത്തിരിക്കുകയാണ്, പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പാപം ചെയ്ത ആളുകൾക്കുള്ള അഭയസ്ഥാനമായിക്കൊണ്ട് ലാബിഥീന ഫീഹാ അഹ്ഖാബാ. കാലങ്ങളോളം യുഗങ്ങളോളം അവർ അതിൽ താമസിക്കും. ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബാ. അവർക്കത് തണുപ്പ് ആസ്വദിക്കാൻ സാധ്യമല്ല, വെള്ളം പോലും കുടിക്കാൻ സാധ്യമല്ല, നല്ല വെള്ളം കിട്ടൂല. ഇല്ലാ ഹമീമൻ വഗസ്സാഖാ. ചൂടേറിയ വെള്ളവും കൈപ്പേറിയ വെള്ളവും എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിൽ നിന്ന് ഉരുകി ഒലിച്ച് പുറത്തേക്ക് വരുന്ന രക്തവും ജലവുമല്ലാത്ത മറ്റൊന്നും അവർക്ക് അവിടെ കുടിക്കാൻ കിട്ടുകയില്ല. ജസാഅൻ വിഫാഖാ. യോജിച്ച പ്രതിഫലമാണ്. എന്തിനോട് യോജിച്ച പ്രതിഫലം? ഈ ലോകത്ത് അവൻ കാണിച്ച പ്രവർത്തനങ്ങൾക്ക് യോജിച്ച പ്രതിഫലം. അല്ലാഹ് നന്മ ചെയ്യാൻ പറഞ്ഞിട്ട് അവനാ വഴിക്കുണ്ടായിട്ടില്ല. അല്ലാഹ് നല്ല വിശ്വാസം സ്വീകരിക്കാൻ പറഞ്ഞിട്ട് അവനാ വഴിക്ക് കണ്ടിട്ടില്ല. റമദാൻ ഉണ്ടായിട്ട് അവനാ വഴിക്ക് കണ്ടിട്ടില്ല. റമദാനും ഇല്ല, നോമ്പുമില്ല, പള്ളിയില്ല, ഒന്നുമില്ല. ജസാഅൻ വിഫാഖാ. കൊടുക്കുകയാണ് അവിടെ റബ്ബ് സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് നമ്മൾ നിരന്തരം നമ്മുടെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുക. അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന ആളുകളുടെ സ്വഭാവം എന്താ? അവർ പറയും, റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമാ. റബ്ബേ നരകശിക്ഷ ദുസ്സഹനീയമാണ്, സഹിക്കാൻ കഴിയാത്തതാണ്, അത് വളരെ മോശമായ സങ്കേതമാണ്. അതുകൊണ്ട് റബ്ബന സ്രിഫ് അന്നാ, ഞങ്ങളെ അതിൽ നിന്നും രക്ഷിക്കണേ, ഞങ്ങളിൽ നിന്നും അതിനകറ്റണേ, അതിന് ഞങ്ങളിൽ നിന്നും അകറ്റണേ. അല്ലാഹുവേ നമ്മളെ പ്രാർത്ഥനയിൽ വരണം. യഥാർത്ഥ വിശ്വാസികളുടെ ഒരു സ്വഭാവം പലതും പറഞ്ഞു വന്ന അവർക്ക് ഇന്ന 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 സ്വഭാവങ്ങളുണ്ട്. അവരാരാണ്? അല്ലദീന യഖൂലൂന, അവർ പ്രാർത്ഥിക്കുന്നവരാണ്, റബ്ബനാ ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ. റബ്ബേ ഞങ്ങൾ വിശ്വസിച്ചവരാണ്, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ, ഞങ്ങളെ നീ നരകശിക്ഷയിൽ നിന്നും കാത്തുരക്ഷിക്കണേ. സൂറത്ത് ആലി ഇംറാൻ 16-ാമത്തെ ആയത്ത്. ഇതേ സൂറത്തിൽ 191-ാമത്തെ ആയത്തിൽ സുബ്ഹാനക, റബ്ബേ നീ പരിശുദ്ധവാനാണ്, വഖിനാ അദാബന്നാർ, നരകശിക്ഷയിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ. രണ്ട് തരം ആളുകളുണ്ട്. ഒന്ന് ദുനിയാവിന്റെ നന്മ മാത്രം ചോദിക്കുന്ന ആളുകള്, വേറെ ചില ആളുകളുണ്ട്. അവരാരാണ്? റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസന, റബ്ബേ ഇഹലോകത്തും പരലോകത്തും നന്മ നൽകണേ. വഖിനാ അദാബന്നാർ, നരകശിക്ഷയിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ. സൂറത്തുൽ ബഖറയിൽ 201-ാമത്തെ ആയത്ത്. ഇതൊക്കെ നരകത്തിൽ രക്ഷപ്പെടാനുള്ള ദുആകളാ ഖുർആനിൽ വന്നത്. ഹദീസിൽ ധാരാളമുണ്ട്. ആ പ്രാർത്ഥനകളൊക്കെ നമ്മൾ നിർവഹിക്കുക. എന്നിട്ട് റമദാനിനെ ആണ് ഉപയോഗപ്പെടുത്തി നമുക്ക് സ്വയം തോന്നണം, സന്തോഷം മാനസികമായി തോന്നണം, നമുക്ക് തന്നെ ഒരു ലൂസ് തോന്നണം. എന്റെ പാപങ്ങൾ പോയി, എന്റെ ഭാരം കുറഞ്ഞ് ഞാൻ റബ്ബിന്റെ വഴിയിലേക്ക് ഒരു പുതിയ കുഞ്ഞായി ഞാനിതാ റമദാൻ കഴിയുന്നതോടുകൂടി മാറുന്നു എന്ന ഒരു മനസ്സിന്റെ സന്തോഷം നമുക്കുണ്ടാകണം. ആ രൂപത്തിലാകട്ടെ നമ്മുടെ റമദാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മുടെ പള്ളിയിൽ അറിയാമല്ലോ നോമ്പ് തുറ സ്ഥിരമായി നടത്തുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ, അതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് അതിന്റെ നിശ്ചിത തുക കൊടുത്ത് നമുക്കതിൽ പങ്കാളികളാകാവുന്നതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ ജാമിഅത്തുൽ ഹിഫ്ദുൽ ഇസ്ലാമിക പണ്ഡിതന്മാരെ, പ്രബോധകന്മാരെ വാർത്തെടുക്കുന്ന നമ്മുടെ ഉത്തരവാദിത്വം. അതൊരു സ്ഥാപനം ഒരു നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ പ്രാർത്ഥന കൊണ്ടും
നമ്മുടെ ഏതെല്ലാം നിലക്ക് സഹായം സാധ്യമാണോ ആ നിലക്കൊക്കെ നമ്മൾക്ക് അതിൽ പങ്കാളികളാവേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ സാമ്പത്തികമായ സമാഹരണം ഇവിടെ ബക്കറ്റ് വെച്ച് പിരിക്കുന്നൊന്നുമില്ല. അതിന്റെ ആളുകൾക്ക് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ആളുകളാണ്, നിങ്ങളത് ഏൽപ്പിക്കുക. അതുപോലെ തന്നെ സക്കാത്ത് അതിന് അർഹരായ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ, പാവപ്പെട്ട ആളുകൾ, രോഗികൾ, അത് അർഹരാളാണോ അവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ സംവിധാനങ്ങൾ നമ്മുടെ ഇവിടെയുണ്ട്. അപ്പോൾ നിങ്ങൾ ആ സക്കാത്തിന്റെ വിഹിതവും ഏൽപ്പിക്കുകയാണെങ്കിൽ അത് അതിൻ്റെതായ ആളുകളിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കും. അതുപോലെ തന്നെ താണേല് നമ്മുടെ ഡയാലിസിന്റെ സെന്റർ എല്ലാ മാസവും കളക്ഷൻ എടുക്കാറുണ്ട്. ഇന്ന് അതിന്റെ കളക്ഷനാണ്. കഴിയുന്ന ആളുകളൊക്കെ സഹകരിക്കണമെന്ന് അറിയിക്കുകയാണ്. അതോടൊപ്പം ഉണർത്തട്ടെ, അള്ളാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് നമ്മുടെ വടക്കേക്കാട്, നമ്മുടെ ഈ പ്രദേശത്ത് ഇനി വലിയൊരു സ്ഥാപനം ഉയർന്നു വരാൻ പോവുകയാണ്. പരിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കുന്ന, മനഃപ്പാഠമാക്കുന്ന, അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളോടും കൂടി കുട്ടികളെ ഹോസ്റ്റലിൽ നിർത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കി കൊടുക്കുന്ന വലിയൊരു സംരംഭം, അതിന്റെ തുടക്കം ഇൻഷാ അല്ലാഹ് ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. അതിന്റെ ഒരു പ്രഖ്യാപനം എന്ന നിലക്ക് ഈ വരുന്ന 5-ാം തീയതി വ്യാഴാഴ്ച പിന്നെ ഇവിടെ വെച്ചുകൊണ്ട് ഒരു ഓഡിറ്റോറിയത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി, പിന്നെ നമാസ് ഓഡിറ്റോറിയം, അതിൽ വെച്ചുകൊണ്ട് ഒരു വിപുലമായ പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ആ നോമ്പ് തുറയിൽ പങ്കെടുക്കണം. അതോടൊപ്പം ആ പ്രോഗ്രാമിലും എന്തായാലും എല്ലാവരും ഉണ്ടായിരിക്കണം. നമ്മുടെ ഒരു ദൗത്യമായി ഏറ്റെടുക്കുക. കാരണം നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ ഏറ്റവും ഹൈറായ മേഖല, കാരണം അള്ളാഹ് ഇറക്കിയ വബിൽ ഹഖ് അൻസൽനാഹു വബിൽ ഹഖ് നസൽ, സത്യപ്രകാരം നാം ഇറക്കി, സത്യപ്രകാരം അത് ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയത് ഈ ലോകത്ത് ഖുർആനാണ്. ആ ഖുർആനുമായുള്ള ബന്ധം പല നിലക്കാണ്. അതിൽ ഒന്ന് ഏറ്റവും ചെറുതാണ്, ചെറിയ മക്കൾ മുതലേ ആ ഖുർആനെ മനഃപ്പാഠമാക്കി വരിക എന്നുള്ളത്. അതിന് നമ്മളെ കൊണ്ട് കഴിയുക പ്രാർത്ഥനയാണ്. പിന്നെ നമ്മളെ കൊണ്ട് കഴിയുക പണം കൊടുക്കലാണ്. അതിനുവേണ്ടി ഒരു സ്ഥാപനം ഇവിടെ ഉയർന്നു വന്ന് നമ്മൾ ഇന്നാണ് മരിച്ചു പോയാലും ആ സ്ഥാപനം നിലനിൽക്കുന്നിടത്തോളം കാലം അതിൽ ഓരോ മക്കളും ഓതുന്ന ഓരോ അക്ഷരത്തിന്റെയും പ്രതിഫലം നമ്മുടെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കും. അത് ഭക്ഷണമായിട്ട് കൊടുത്താലും, അവിടേക്കുള്ള ചെലവായിട്ട് കൊടുത്താലും, ബിൽഡിങ്ങിനായിട്ട് കൊടുത്താലും, എന്തായാലും ശരി. കാരണം കൊടുക്കുന്നത് ഖുർആന്റെ വഴിയിലാണ്, അത് റബ്ബിന്റെ വഴിയിലുമാണ്. അള്ളാഹുവിലേക്ക് ബന്ധപ്പെടുത്തിയ കാര്യമാണ് ഖുർആൻ. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ. അതെ, റഹ്മാനായ റബ്ബ് ഖുർആൻ പഠിപ്പിച്ചു. ആ പഠിപ്പിക്കലിൽ ഹിഫ്ളുണ്ട്, മനഃപ്പാടാക്കലുണ്ട്, അർത്ഥം, എല്ലാ സംഗതികളുണ്ട്. അങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതൊരു വലിയ ഭാരം കൂടിയാണ്. അത് നമുക്ക് പൂർത്തിയാക്കാനും സാധിക്കണം. റബ്ബിന്റെ തൗഫീഖില്ലാതെ സാധ്യമല്ല. അതുകൊണ്ട് അതിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ ശരീരം കൊണ്ടും ഊർജം കൊണ്ടും അധ്വാനം കൊണ്ടുമുള്ള സഹായ സഹകരണങ്ങൾ, അതോടൊപ്പം സാമ്പത്തികമായുള്ള സഹായ സഹകരണങ്ങളും, പിന്നെ നമ്മുടെ പരിചയത്തിലുള്ള ആളുകൾക്കൊക്കെ ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക. ഇങ്ങനെ സംഗതി ഉണ്ട് എന്ന് പറയാം. അപ്പൊ എന്റെ കയ്യിൽ കാശില്ല, ഞാൻ വേറെ ആളോട് പറയാണ്, പൈസ ഉള്ളവനോട്, അതും എനിക്ക് നന്മയാണ്. അങ്ങനെ നമ്മളെല്ലാവരും ഇതിന്റെ ഭാഗമാക്കായി മാറണം എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. 5-ാം തീയതി നടക്കാനിരിക്കുന്ന ആ നോമ്പ് തുറയിലേക്കും അവിടെയുള്ള പ്രഖ്യാപന ആ പ്രോഗ്രാമിലേക്കും എല്ലാ സഹോദരി സഹോദരന്മാരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദൗത്യം പൂർത്തിയാക്കാനും അത് നിരന്തരം മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതൊരു തുടക്കം മാത്രമാണ്. അതിന്റെ ഭാഗമായി നമ്മൾ ഇസ്ലാമിക് സ്കൂളും പിന്നീടുള്ള അറബി കോളേജുകളൊക്കെ നമ്മുടെ ലക്ഷ്യങ്ങളിലുണ്ട്. അങ്ങനെ തന്നെയാണ് ഈ ലോകത്ത് ദീൻ നിലനിൽക്കേണ്ടത്, ഖുർആൻ നിലനിൽക്കേണ്ടത്. അപ്പൊ അതിന്റെ തുടക്കക്കാരൻ നമ്മൾ ആകാൻ പോവുകയാണ്. അല്ലാഹു തആല നമുക്ക് ഈമാനോടെ ഇഖ്ലാസോടെ ആ കർമ്മം നിർവഹിക്കാനുള്ള തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم طيب ثراهم واجعل الجنة مأواهم. اللهم لا تشوي خلقنا بالنار ولا تجعلنا من حطب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم تقبل منا صيامنا. اللهم تقبل منا قيامنا. اللهم تقبل منا تلاواتنا. اللهم تقبل منا صدقاتنا. اللهم توفنا مسلمين والحقنا بالصالحين. اللهم توفنا مع الأبرار.
اللهم اجعل في قبورنا نورا اللهم اجعل في قبورنا نورا اللهم حاسبنا حسابا يسيرا اللهم اعتقنا من النار اللهم إنا نسألك الفردوس الأعلى ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم اغفر لنا ولوالدينا اللهم اغفر لنا ولوالدينا اللهم اغفر لنا ولوالدينا اللهم اغفر للمؤمنين والمؤمنات ولجميع المسلمين يا رب العالمين اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا عيبا إلا سترته ولا دينا إلا قضيته ولا كربا إلا نفسته ولا حاجة من حوائج الدنيا والآخرة إلا أتممتها بفضلك وإحسانك وتوفيقك يا أكرم الأكرمين صلى الله عليه وسلم.